Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, A Word to Mother by Vijay Rajamalliga, MDC Humanities, 3rd semester, Calcutta University. Summary of A Word to Mother. The poem, A Word to Mother by Vijay Rajamalliga, a pioneer and transgender poet from Kerala, is a powerful piece that addresses the themes of gender identity, acceptance and parental love. അപ്പോൾ ഈ ഒരു പോം റിട്ടേൺ ചെയ്തിരിക്കുന്നത് വിജയരാജ മല്ലികയാണ്. അവരൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ പോയിറ്റാണ്. ഇതിലെ തീമായിട്ട് വരുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി, ആക്സെപ്റ്റൻസ് ആൻഡ് പാരൻ്റൽ ലവ്. അതായത് ഒരു അമ്മയോട് പറയുന്ന വാക്കുകളാണ്. അതായത് തൻ്റെ മക്കൾ, അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഒരു പക്ഷേ അത് മകളാവാം അല്ലെങ്കിൽ മകനാവാം. അപ്പോൾ അതെന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ലോകത്ത് അമ്മയോളം വേറെ ആർക്കും അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ നൽകുന്നത്. It appears in her anthology Reading in Between Lines, a collection that explores the fluid nature of gender and challenges the binary understanding of male and female identities. അപ്പോൾ അവരുടെ ഒരു കളക്ഷൻ ഓഫ് പോയട്രിയിൽ നിന്ന് ഉള്ള ഒരു കവിതയാണ് എ വേർഡ് ടു മദർ എന്ന് പറയുന്നത്. റീഡിങ് ഇൻ ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ കൂടുതലായും നേച്ചർ ഓഫ് ജെൻഡർ, അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിറ്റീസിലുണ്ടാകുന്ന ബൈനറി അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ് ഇതിനൊക്കെ ചലഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. It is a touching poem that highlights the importance of love, acceptance and understanding in a world divided by rigid gender roles. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കവിതയാണിത്. അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ലവ്, ആക്സെപ്റ്റൻസ്, അതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോടൈപ്സ് ഓഫ് ജെൻഡർ ഉണ്ട്. അതായത് ഒരു പ്രജുഡൈസ്ഡ് ജെൻഡർ ഉണ്ട്. ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിൽ ഇങ്ങനെയാണ്, മെയിൽ ഇങ്ങനെയാണ് എന്നുള്ള ഒരു മുൻവിധി ഉണ്ട്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കവിതയാണിത്. അതായത് ഒരാളുടെ ജെൻഡർ എന്ന് പറയുന്നത് അയാൾ ജനിക്കുമ്പോൾ എന്താണോ അതല്ല, അയാൾ എങ്ങനെയാണ് അത് അയാളുടെ അനുഭവത്തിലൂടെ അയാൾ എങ്ങനെയാണ് എന്നുള്ളതാണ് അയാളുടെ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. The poet urges mothers to accept their children as they are. അപ്പോൾ ഈ കവി പറയുന്നത് അമ്മമാരോടാണ് പറയുന്നത്. ഈ ലോകത്ത് മക്കളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവരെ എന്താണോ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അമ്മയോളം വേറെ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Vijay Rajamalliga reminds society that gender is not fixed by birth but defined by identity and experience. അപ്പോൾ നമ്മുടെ പോയിറ്റ് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത് ജെൻഡർ എന്ന് പറയുന്നത്, ഒരാളുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്നത് അതൊരിക്കലും ഫിക്സഡ് അല്ല. അതായത് ജനനത്തിൽ ഫിക്സഡ് അല്ല. ഒരു കുട്ടി ഒരു പക്ഷേ ഒരു മെയിൽ സെക്ഷൽ ഓർഗനായിട്ട് ബോൺ ചെയ്താലും ഒരു പക്ഷേ ആ കുട്ടി മെയിലായിട്ട് തന്നെ തുടരണം എന്നില്ല. അവരുടെ എക്സ്പീരിയൻസിലൂടെ, അവരുടെ ഐഡൻറ്റിറ്റിയിലൂടെയാണ് ഈ ഒരു ജെൻഡർ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Through her simple and powerful words, she emphasizes that a mother's unconditional love and support are essential for a child's self-discovery and happiness. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കവിതയാണത്, പക്ഷേ പവർഫുൾ വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു അമ്മയുടെ അൺകണ്ടീഷണൽ ലവ് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനും കുട്ടിയുടെ ഡിസ്കവറി, കുട്ടി എന്താണ്, കുട്ടിയുടെ ഹാപ്പിനെസ് എന്താണെന്നൊക്കെ കണ്ടെത്താൻ ഈ ലോകത്ത് അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദ പോം ബിക്കംസ് എ യൂണിവേഴ്സൽ മെസ്സേജ് ഓഫ് കമ്പാഷൻ, ആക്സെപ്റ്റൻസ് ആൻഡ് ദ നീഡ് ഫോർ എ ജെൻഡർ ഇൻക്ലൂസീവ് സൊസൈറ്റി. ഈ ഒരു പോം ഒരു യൂണിവേഴ്സൽ മെസ്സേജ് നൽകുന്നുണ്ട്. ആക്സെപ്റ്റൻസ് ആൻഡ് നീഡ് ഫോർ എ ജെൻഡർ ഇൻക്ലൂസീവ് സൊസൈറ്റി, എല്ലാ ജെൻഡറിനെയും അംഗീകരിക്കുന്ന, ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ൻ്റെ ആവശ്യകത ഇതിൽ ഊന്നൽ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം എ വേർഡ് ടു മദർ ബൈ വിജയ രാജമല്ലിക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കവിതയാണ്, പവർഫുൾ വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Son may turn out to be a daughter and vice versa. A word to mother, accept your children as they are. None other can play your role as perfectly as you. Son may turn out to be a daughter. മകൻ മകളായി മാറാം. and vice versa. മകൾ മകനായി മാറാം. എ വേർഡ് ടു മദർ, അമ്മയോടൊരു വാക്ക്.
ആക്സെപ്റ്റ് യുവർ ചിൽഡ്രൻ ആസ് ദേ ആർ. നിങ്ങളെ മക്കളെ നിങ്ങൾ അവരായി തന്നെ സ്വീകരിക്കുക. നൺ അതർ ക്യാൻ പ്ലേ യുവർ റോൾ. നിൻ്റെ സ്ഥാനത്ത് മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. ആസ് പെർഫെക്റ്റ്ലി ആസ് യു. അത്രയും പൂർണ്ണമായിട്ട് നിൻ്റെ മക്കളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത. ഓക്കെ.